സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ദുരന്തർ 2 ദ റിവഞ്ചിൻ്റെ പെയ്ഡ് പ്രീമിയർ ഷോ 5 മണിക്ക് വിവിധ കേന്ദ്രങ്ങളിലുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്ന് അപ്പോൾ തന്നെ ഏരീസ് പ്ലസ് ഓടി 1 നല്ല മധ്യത്തിൽ ഒരു സീറ്റ് എടുത്ത് എല്ലാം സെറ്റാക്കി വെച്ചിരുന്നതായിരുന്നു. അപ്പോഴാണ് വൈഫിനൊരാഗ്രഹം, പുള്ളിക്കാരിക്കും കാണണമെന്ന്. ശരി, അപ്പോൾ നോക്കിയപ്പോഴേ ഓടി 1 എത്തിയിരുന്നു. പിന്നെ നമ്മളെന്തായാലും ഈ പടം 1-2 പ്രാവശ്യം കാണാൻ പോണ്, എന്തായാലും ഒരു പ്രാവശ്യം കൊണ്ട് തീർക്കൂല. അപ്പോൾ പിന്നെ ആദ്യം ഒന്ന് മലയാളം കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതൊരു കന്നഡ പടമായിരുന്നെങ്കിൽ നമ്മൾ മലയാളമല്ലേ കാണുള്ളൂ. ആ ഒരു ലോജിക്ക് വെച്ചിട്ട് മാത്രമല്ല, നമുക്ക് 4 മണിക്കൂറോളം ഉള്ള സാധനം ഹിന്ദി ഇങ്ങനെ കണ്ടു വരുമ്പോൾ കുറച്ച് ചിലപ്പം മടുക്കാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സാധനം സബ് ടൈറ്റിൽ വായിച്ചിരിക്കണ്ടേ. മലയാളം ഒന്ന് കണ്ടു നോക്കാം. ട്രെയിലറിലെ ഡബ്ബും കൊള്ളായിരുന്നു. എന്നിട്ട് മലയാളം ബുക്ക് ചെയ്ത് സെറ്റായിരിക്കുകയായിരുന്നു. ഏരീസിൽ തന്നെ ഇന്ന് രാവിലെ ആയപ്പം റീഫണ്ട് ഇനിഷ്യേറ്റഡ് എന്നുകൊണ്ട് മെയിൽ വന്നു. ഞാൻ നോക്കിയപ്പം ടിക്കറ്റ് റീഫണ്ട് ആയിക്കൊണ്ടിരിക്കുന്നു. നോക്കിയപ്പം ഷോ അവിടെ നിന്ന് കാണാനില്ല. ഏതോ 1-2 തിയേറ്ററിൽ ഷോ കിടപ്പുണ്ട്. ഏരീസിനെ വിളിച്ചപ്പോൾ അവർക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. പിന്നെ അതിൽ പരിചയമുള്ള ഒരാളെ വിട്ട് അന്വേഷിച്ചപ്പം മലയാളത്തിൻ്റെയും തമിഴിൻ്റെയും പ്രിൻ്റ് ഡിലേ ആണ്, അതുകൊണ്ട് ഇത് നടക്കില്ല എന്ന് പറഞ്ഞ്. ആയിക്കോട്ടെ. ഹിന്ദി നോക്കിയപ്പം തേഞ്ഞ്. ബാക്കി ഏരീസ് നല്ല തിയേറ്ററെല്ലാം ബുക്ക്ഡായി. ഒരു നിവൃത്തിയില്ലായിരുന്നപ്പോഴാണ് ദൈവദൂതനെ പോലെ ലെനിൻ സിനിമാസ് വരുന്നത്. ലെനിൻ എനിക്ക് ഇഷ്ടമുള്ള തിയേറ്ററാണ്, 4K അറ്റ്മോസ് ആണ്, മതി. ഹിന്ദിയാണ്, കുഴപ്പമില്ല. അങ്ങനെ ലെനിൻ ബുക്ക് ചെയ്ത് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് ഇടുത്തി പോലെ വേറൊരു വാർത്ത, സബ് ടൈറ്റിലില്ലാതെ ഹിന്ദി പടം എങ്ങനെ 4 മണിക്കൂർ ഈ സാധനം എങ്ങനെ കാണുമെന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന് ഇരിക്കുമ്പോഴേക്കും നീ അത്രയും ടെൻഷൻ ഒന്നും അടിക്കേണ്ട, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ലെനിൻ സിനിമാസിൻ്റെ ടിക്കറ്റും ക്യാൻസൽഡ്, റീഫണ്ട് എടുത്ത് കൊണ്ട് വരുന്നത്. എന്ത് തേങ്ങയാണെന്ന് മനസ്സിലാവില്ല. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മുടെ മലയാളം കിടന്ന സ്ക്രീൻ ഉണ്ടല്ലോ, അതിൽ മലയാളം മാറ്റി ഹിന്ദി വെർഷൻ അവന്മാരിട്ട് ഉണ്ടെന്നുണ്ട്, അത് ബുക്ക് ചെയ്ത് വച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കാണാൻ പോണത്. സിനിമയിലേക്ക് വന്നാൽ മോസ്റ്റ് അവൈറ്റഡ് മൂവി ഓഫ് 2026 അതാണ് ദുരന്തർ 2. ദുരന്തർ ഫസ്റ്റ് പാർട്ട് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ സൂപ്പർ പടം, ഗംഭീര സിനിമ എന്നുള്ളൊരു ഫീൽ തന്നെയാണ് വന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചുമ്മാ പാട്ടുകളൊക്കെ കൊള്ളാലോ എന്ന് വിചാരിച്ച്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ കേസ്, പാട്ടുകളുടെ ജൂക്ക് ബോക്സ്, ഒരു 37 മിനിറ്റുള്ള ജൂക്ക് ബോക്സ് ഒന്ന് കേട്ട് നോക്കി. ഇത് കേട്ട് പിന്നെ എൻ്റെ സമയം ഇത്രയും തിന്ന വേറെ സിനിമ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. ഇത് എന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കേട്ട് റിപ്പീറ്റ് മോഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത്. അതിനിടയ്ക്കുള്ള ആ റൊമാൻറ്റിക് സോങ് വരുമ്പോൾ ഒന്ന് അടിച്ചോളാം, അത് വൈബ് സെറ്റ് ആവില്ല. അങ്ങനെ കേട്ട് പ്രാന്തായി. സിനിമ OTT വന്നപ്പോൾ ഇരുന്ന് കണ്ട്. അപ്പോഴേ നോക്ക്, നമ്മൾ കേട്ട് വന്ന പാട്ടുകൾ ഏത് സ്ഥലത്താണ് പ്ലേസ് ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. അതൊക്കെ ആ പാട്ടിൻ്റെ ആ സീനുകളൊക്കെ വരുമ്പോഴൊക്കെ ഭീകരമായി എന്ന് പറഞ്ഞാൽ ആ സിനിമ പിന്നെ 2-3 പ്രാവശ്യം ഞാൻ OTT തമിഴും എല്ലാം ഇരുന്ന് കണ്ട്, ഹിന്ദിയും തമിഴും എല്ലാം ഇരുന്ന് കണ്ട്. അത് മാത്രമായിട്ടൊരു പ്രത്യേകതയുള്ള ഒരു സിനിമയായിട്ട് ദുരന്തർ എനിക്ക്, നമ്മുടെ ഇപ്പോൾ അന്യൻ, 3 ഇഡിയറ്റ്സ് എന്നൊക്കെ സിനിമകൾ പറയില്ല, അത് കാണുമ്പോൾ അതിലൊരു സീനായാലും അതിലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എന്താണെങ്കിലും അതിന് മാത്രമായിട്ടൊരു പ്രത്യേകത ഉണ്ട്. അത് ആ സിനിമയ്ക്ക് വേണ്ടി മാത്രം തയ്പ്പിച്ച് വെച്ച പോലത്തെ ഒരു സാധനം, വേറെ ഒന്നിനും ചേരാത്ത പോലെ, വേറെ ഒന്നിനും കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരു പ്രത്യേകത ഉള്ള ഒരു സാധനമാണ് ഈ സിനിമയുടെ സ്കോറാണെങ്കിലും ക്യാരക്ടേഴ്സ് ആണെങ്കിലും അതിൻ്റെ എഴുത്താണെങ്കിലും ഡയലോഗാണെങ്കിലും. ദുരന്തർ മാത്രമായിട്ട് ഒരു പ്രത്യേക ഒരു വസന്തകാലം പോലെ ഒരു പ്രത്യേകത ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദുരന്തർ 2 കാത്തിരിപ്പ് ഒരുപാടുണ്ടെന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഈ 3 പടങ്ങളിൽ ആട് 2, ദുരന്തർ, ടോക്സിക്, ഇതിൽ 3ലും കാത്തിരുന്നത് ദുരന്തർ കാണാൻ വേണ്ടി തന്നെയായിരുന്നു. ഇപ്പോൾ നാളെ ആട് ഇറങ്ങുന്നതുകൊണ്ട് ആടിനായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, പെയ്ഡ് പ്രീമിയറായിട്ട് തലേദിവസം ഈ സാധനം വന്നിട്ടുണ്ട്. അങ്ങ് അവിടെ യുദ്ധം നടക്കണോണ്ട് കണ്ടം വഴി നമ്മുടെ റോക്കി ബൈ ഓടിയിട്ടുണ്ട്. അല്ല, ദുരന്തറിനെ പേടിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് സിനിമ കാണുന്നതിന് മുമ്പാണ്. വെളിച്ചമുണ്ട്, ഞാൻ സിനിമ കണ്ട് തീരുമ്പോൾ ഇരുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വന്നിട്ട് ബാക്കി പറയാം. സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ, വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ചു. 3.25 മണിക്കൂർ. ഈ പടത്തിനെക്കുറിച്ച് ചുരുക്കി പറയാനാണെങ്കിൽ, നമ്മുടെ ദുരന്തർ ഫസ്റ്റ് പാർട്ടിൻ്റെ വാലിക്കട്ടിട ഇല്ലാത്ത, എന്നാൽ ടെക്നിക്കലി ആയാലും പെർഫോമൻസ് വൈസ് ആയാലും മികച്ചു നിൽക്കുന്ന, മോശമല്ലാത്ത ഒരു സിനിമ. അങ്ങനെയാണ് എനിക്ക് ദുരന്തർ പാർട്ട് 2 തോന്നിയത്. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ റഹ്മാൻ ബലോച്ച്, അക്ഷയ് ഖന്ന ഇല്ല പടത്തിൽ. അത് മാത്രമല്ല, അതിന് പകരം ഒരാൾ വേണമല്ലോ, ഒരു വില്ലൻ ക്യാരക്ടർ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഉണ്ടായിരുന്നു. മറ്റേ സിനിമയിൽ നമ്മുടെ സൽമാൻ ഖാനെന്ന് സഞ്ജയ് ദത്തായാലും അർജുൻ രാംപാലായാലും കിടിലായിരുന്നു. പക്ഷെ അവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ഇതൊക്കെ കോമഡി പീസായിപ്പോയി. വില്ലന്മാർ സൈഡ് ഭയങ്കര വീക്കായിപ്പോയി. അവർക്കൊന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ. അതിൽ രാംപാലിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ തന്തക്കളവൻ്റെ ഊക്ക് വാങ്ങിച്ച് പിടിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ക്യാരക്ടർ. ചുമ്മാ കുറച്ച് വില്ലനിസം കാണിക്കണമല്ലോ എന്ന് വെച്ച് ഫോഴ്സ്ഡായിട്ട് കുറച്ച് കാര്യം വെച്ചതല്ലാതെ മറ്റതുപോലത്തെ ഒരു സാധനം അയാളുടെ കുറവുണ്ട് ഈ പടത്തിൽ. അല്ലെങ്കിൽ അതുപോലെ ഇവർക്ക് പറ്റുമായിരുന്നു. ക്യാരക്ടർ എഴുതി വിട്ടതിൽ കഥയുടെ പോക്ക് കണ്ടിട്ട് അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്ത രീതിയിലാണ് പോണത്.
അതാണ് പടത്തിൻ്റെ ഒരു മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ഹൈ മൊമെൻറ്റ്സ് ഒന്നും പടത്തിൽ പിന്നെ അങ്ങോട്ട് പോകെ ഫീൽ ചെയ്തില്ല. ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഫസ്റ്റത്തെ ഒരു ചാപ്റ്ററുണ്ട്, ഇയാളുടെ ഫ്ലാഷ് ബാക്ക്. എങ്ങനെ ഒരു ക്രിമിനലിനെ വിശ്വസിച്ച് ഇങ്ങനെ ഒരു രാജ്യത്തിന് മൊത്തം പ്രതീക്ഷ അർപ്പിച്ച ഒരു കാര്യം ഏൽപ്പിച്ച് വിടുന്നത്, എങ്ങനെ അയാളെ വിശ്വസിക്കും? അയാളുള്ളിലൊരു ഫയറുണ്ട്, അയാളുടെ നിശ്ചയദാർഢ്യമുണ്ട്. ഇങ്ങനെ അയാൾ ചോരയില്ലാത്ത, രക്തം കണ്ട് അറപ്പില്ലാത്ത ഒരു മനുഷ്യനായിട്ട് ഇയാൾ എങ്ങനെയാണ് മാറിയത്? ഇത് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ഫ്ലാഷ് ബാക്ക് പടത്തിന് ആവശ്യമായിരുന്നു. സിനിമ തുടങ്ങുന്നത് അങ്ങനെയായിരുന്നു. അത് അത്രയും ഒരു രക്ഷയില്ലായിരുന്നു മോനെ. പീക്ക് സാധനം. നമുക്കത് കിട്ടും. അത് കറക്റ്റായിട്ട് അത് കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവനെങ്ങനെയാണ് ഇങ്ങനെ ആയത്? ഇതിനപ്പുറം ഒരു സംഭവം കുറച്ച് ക്ലീശയാണ്. എന്നിരുന്നാലും അത് എടുത്തിക്കുന്നതും അതിൽ തന്നെ ഇമോഷനുണ്ട്, മാസുണ്ട്, വയലൻസ് ഉണ്ട്, പരിപാടി ബ്ലഡ് ഷെഡ് ഒരു രക്ഷയില്ലായിരുന്നു. ആദ്യത്തെ ഒരു അരമണിക്കൂർ ഗംഭീരമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇയാളെ മരിച്ചല്ലോ, റഹ്മാൻ മരിച്ചതിന് ശേഷം പിന്നെ അവിടെ എങ്ങനെയാണ് ലാരിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ചെയ്ത് പോവുകയാണ്. അതൊക്കെ ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ ചെറുക്കൻ കിങ് ഓഫ് ലയറി ആയി മാറുന്നു. ആ ഒരു സിംഹാസനത്തിരിക്കുന്ന സീനൊക്കെ പീക്കായിരുന്നു, കിടുവായിരുന്നു. അതുവരെയും പടം നല്ല ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഇടയ്ക്കാണ് നമ്മുടെ മോഡിജി ഇവിടെ ചാർജ് എടുക്കുന്നത്. പിന്നെ അങ്ങോട്ട് പടം ചെറുതായിട്ട് എന്നാലും ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ഓളത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ പടം 3.25 മണിക്കൂറുണ്ടെങ്കിൽ എനിക്ക് കാര്യമായിട്ട് അങ്ങനെ ഇഴഞ്ഞ് മറിയുന്നതെന്ന് തോന്നിയില്ല. പക്ഷേ പടം ഇത്തിരി ഡ്രാഗായിരുന്നു സെക്കൻഡ് ഹാഫ്. എന്നാലും കണ്ടിരിക്കാം നമുക്ക്. പോഞ്ഞേ അങ്ങനെ ഒരു സാധനം തോന്നിയില്ല. ഇതിങ്ങനെ പോയി പിന്നെ ഭയങ്കര ഒരുപാട് സീനുകൾ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ആർക്കൊന്നും ചെയ്യാനില്ലാത്ത പോലെ. ഇതിൽ പല കാര്യങ്ങളും ഇതിൽ നമ്മുടെ ആട് 2 പോലെ മറ്റേ ഡീമോണിറ്റൈസേഷൻ എടുത്ത് വേറൊരു ആൾട്ടർനേറ്റീവ് റിയാലിറ്റി ആയിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അത് കാണിച്ച സമയത്ത് ഭയങ്കര മലം കെട്ട് കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചപ്പം ഇത് നമുക്ക് മുമ്പ് കള്ള നോട്ട് എന്നൊരു സാധനം ഉണ്ടായിരുന്നു. കള്ളപ്പണമല്ലേ, കള്ള നോട്ട്, ഒറിജിനൽ നോട്ട് പോലെ നമ്മളിങ്ങനെ വെയിലത്തൊക്കെ വെച്ച് നോക്കുന്ന സാധനം. അത് പക്ഷേ ഈ നോട്ട് തിനകത്തിന് ശേഷം അങ്ങനെ ഒരു കള്ളനോട്ട് കിട്ടി എന്നുള്ള സംഭവം വാർത്തകളൊന്നും നമ്മളങ്ങനെ കാണാറില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു സംഭവമാണ് ഇവിടെ. എന്തിനാണ് ഇവിടെ നോട്ട് നിലവാരം കൊണ്ടുവന്നെന്നുള്ളതൊക്കെ സംഭവം കാണിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെയാണ് എന്തിനാണ് നമുക്കറിഞ്ഞില്ല. അത് ഇവിടുത്തെ ചാരന്മാർക്കും അജിത് ദോവലിനും ഒക്കെ തന്നെ അറിയാം എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടികൾ കാണിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഇതിനകത്ത്. പിന്നെ വരികയാണ് മോസ്റ്റ് അവൈറ്റഡ് ബഡാ സാബ് ആരെന്ന് അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ ജെട്ടും നിങ്ങൾ എടുത്ത് വെച്ചിട്ട് സ്വന്തം ഫോട്ടോ അട്ടത്ത് കയറ്റിയിട്ട് നോക്കിയിരിക്കുന്ന ബഡാ സാബ് ഗംഭീരമായിരുന്നു. പിന്നെ നവാസ് ഷെരീഫിനെ കാണിയിട്ട് എവിടെ നിട ഈ കാസ്റ്റിംഗ് പിടിക്കണം. അത് സൈഡിൽ അയാൾ ഇരിക്കണം കണ്ടപ്പോഴേക്കും മനസ്സിലായി ഇത് നവാസ് ഷെരീഫാണെന്ന്. അമ്മാതിരി പെർഫെക്ഷൻ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ റിയാലിറ്റി നടക്കുന്ന കാര്യങ്ങളും ഇവരുടെ ഫിക്ഷനും കൂട്ടിച്ചേർത്ത് സിങ്കായിട്ട് തന്നെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഈ ഹൈ മൊമെൻറ്റ്സിൻ്റെ ഒരു കുറവുണ്ട്. മെയിനായിട്ട് വില്ലന്മാരോ മറ്റേ ഫസ്റ്റ് പടത്തിൽ നമ്മൾ ഒരുത്തരം പറ്റിക്കണമെന്ന് സ്കെച്ച് ചെയ്തിരിക്കുന്ന ഒരുത്തുണ്ടല്ലോ, മറ്റേ കാണ്ടഹാറിൽ വെച്ചിട്ട് മറ്റേ പ്ലെയിനകത്തിരുന്ന് കൊണാന്ന് പറഞ്ഞ ഒരുത്തുണ്ടല്ലോ, കൊലിച്ചിക്കറാതൊന്നുമില്ല. അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലുള്ള സീനുകളൊക്കെ വന്നിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. മാധവൻ ത്രൂ ഔട്ട് ഗംഭീര, നല്ല സ്വാഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇയാളുടെ അമ്മായിച്ചായിട്ട് വന്ന് അങ്ങേരില്ലേ, അങ്ങനെ പേരെന്തടേ, രാകേഷ് ബേഡി, അങ്ങനെ കിടുവായിരുന്നു ഈ പടത്തിൽ. മറ്റേതിൽ കുറച്ചേ ഉള്ളൂ, ഇതിൽ കിടുവായിരുന്നു. അങ്ങനെ 1-2 പേര് സെറ്റപ്പായിരുന്നു. നമ്മളെ സാറ അർജുൻ ആണെങ്കിൽ പോലും മറ്റേ റൊമാൻസ് ക്രിഞ്ച് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, അവളെ അധികം കാണിക്കണമെന്നില്ല. ഉള്ള സീനൊക്കെ കുഴപ്പമില്ലാതെ ചെയ്തു പോയിട്ടുണ്ട്. രൺവീർ സിംഗിന് മറ്റേതിനേക്കാൾ ഇമോഷണലായിട്ട് കുറച്ചുകൂടി പെർഫോം ചെയ്യാറുണ്ട്. അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അർജുൻ റാംപാൽ ഒരു മല പോലെ വന്ന സാധനം എലി പോലെ പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. പ്രതീക്ഷിച്ച ഒന്നുമില്ല. ഒരു വില്ലനീസ് അങ്ങേരിലാണ് പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ക്യാരക്ടർ അങ്ങനെ ആയിപ്പോയി, ആ രീതിയിലാണ് എഴുതി വിട്ടിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും. സഞ്ജയ് ദത്ത് അതുപോലെ തന്നെ ഒരു കോമഡി പീസായിപ്പോയി. പിന്നെ യാമി ഗൗതം ഇദ്ദേഹത്തിൻ്റെ ആദിത്യധറിൻ്റെ ഭാര്യയാണ്, ഒരു ക്യാമിയോ റോൾ വന്ന് ചെയ്തു പോയിട്ടുണ്ട്. അയ്യോ ഞാൻ പറഞ്ഞത് മറന്നുപോയല്ല. അപ്പം അങ്ങനെ പോയി ഒരു ക്ലൈമാക്സ് എത്തിയപ്പോഴേക്കും ഫൈറ്റും ബ്ലഡ് ഷെട്ടും വയലൻസും ഒക്കെ കിണ്ണായിട്ടുണ്ട്. അത് മറ്റതുപോലെ തന്നെ മേക്കിംഗ് ക്വാളിറ്റി, അതിൻ്റെ സൗണ്ട് ഡിസൈനും പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അവസാനം 1-2 പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ എൻഗേജിങ് ആണ്. പിന്നെ ഈ പടം തീരല്ല, പടം നീണ്ടു പോവുകയാണ്. ഓക്കെ, അവസാനത്തെ പോർഷനുമൊക്കെ കൊള്ളായിരുന്നു. ഈ പറഞ്ഞ ഇടയ്ക്ക് ഈ പകുതി സമയത്ത് പടം ഇത്തിരി ഇങ്ങനെയൊക്കെ പോകുന്നത് പോലത്തെ ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ എനിക്കങ്ങനെ ഒരു ബോറടി ഒന്നും സൃഷ്ടിച്ചില്ല. കുറച്ച് വലിയുന്നത് പോലെ തോന്നിയെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഇഴഞ്ഞു പോയി എന്നുള്ളൊരു ഫീലൊന്നും ഉണ്ടായില്ല. പക്ഷെ നമ്മൾ മറ്റേ പടം കണ്ട സ്ഥിതിക്ക് അതിൻ്റെ ബാക്കി എന്താണ് നടന്നത് എന്നുള്ള സാധനങ്ങളൊക്കെ ഒരു തവണ തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്. അല്ലാതെ മറ്റതുപോലെ ഒരു ഇതായിട്ട് എടുത്ത് ഒരു കൾട്ട് പോലെ ഉള്ള പരിപാടിയൊന്നും ഇതിനകത്തില്ല.
സ്ക്രിപ്റ്റിൽ കുറച്ചുകൂടി നന്നായിട്ട് പണിയെടുക്കാമായിരുന്നു എന്നുള്ള ഫീലാണ് ദുരന്തർ പാർട്ട് 2 തന്നിട്ടുള്ളത്. ഓരോ സീൻ എത്തുമ്പോഴും ഇപ്പോഴായിരിക്കും ടൈറ്റിൽ കാണിക്കണം, ഇപ്പോഴായിരിക്കും ടൈറ്റിൽ കാണിക്കണം എന്നുകൊണ്ട് നിങ്ങൾ മൊബൈൽ എടുത്ത് പൊക്കി ബാക്കിയുള്ള ശല്യം ഉണ്ടാക്കണ്ട. പടത്തിൻ്റെ ടൈറ്റിൽ ഏറ്റവും അവസാനം മാത്രമേ കാണിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെ പടം. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണെന്നുണ്ട് എനിക്ക് അത്രയും ഫീൽ ചെയ്തില്ല. ഒരു 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 ശരാശരി അല്ലെങ്കിൽ ശരാശരിക്ക് മേളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടേ ഫീൽ ചെയ്തോളൂ. എന്തായാലും മിസ്സാക്കണ്ട, തിയേറ്ററിൽ കാണാനുള്ള സാധനങ്ങളുണ്ട്. എസ്പെഷ്യലി ആദ്യത്തെ ഒരു ചാപ്റ്റർ കിടുമായിരുന്നു. അല്ല അവസാനം എത്തുമ്പോഴേക്കും പടം പിന്നെയും കൊള്ളാൻ തോന്നി. ഇടയ്ക്കുള്ള പരിപാടികൾ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ഒരു ഹൈ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരാമായിരുന്നു. കൂടുതലായിട്ടും യഥാർത്ഥത്തിൽ നടന്ന ഇൻസിഡൻറ്റുമായിട്ട് ഇവർക്ക് ഫോഴ്സ്ഡായിട്ട് കണക്ട് ചെയ്ത് പോകണ പോലത്തെ ഒരു വാശി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഇത്തിരി ഡ്രാഗായി പോയതുപോലെയാണ് എനിക്ക് ഈ പടത്തിനെക്കുറിച്ച് തോന്നിയത്. അത് നിങ്ങൾ അങ്ങനെ പറയണ്ട. ഈ മറ്റേ സുനാമി വന്നത് ഇവിടുത്തെ വൈറസിനെ കൊല്ലാനാണെന്ന് കമലാസ് എഴുതി വെച്ചപ്പോൾ ആഹാ, നോട്ട് നിരോധനം മോഡിജി കൊണ്ടുവന്നത് വേറെ വല്ല പല കാര്യങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഓഹോ, അതെന്തിനാണ്? ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.